ഒലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കദമ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോളാവുഡും തെങ്ങിൻ്റെ ഇലയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തെങ്ങിൻ്റെ അതിൻ്റെ ഇലയിട്ട് കൊടുത്തിട്ടുണ്ട്, സോളാവുഡ് ഫ്ലവറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. ഇനിയും സോളാവുഡ് എന്താണെന്ന് തോന്നുന്ന അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ. നമ്മൾ കദമ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. കല്യാണ മാലയിലേക്കുള്ള കദമ്പം. സോളാവുഡാണ് എടുത്തിരിക്കുന്നത്. ഓല എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇല കൊടുക്കാനായിട്ട്. ഉണങ്ങിയ ഓലയുടെ തലപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലവറിൻ്റെ തണ്ട് കൊടുക്കാനായിട്ട് 2 കമ്പി എടുത്തിട്ടുണ്ട്. കത്രിക എടുത്തിട്ടുണ്ട്. ഒരു മുളയുടെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ ടാപ്പ്, പിന്നെ ഒരു പെയിൻറ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം ഇതിൻ്റെ ഇലയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതാക്കി കൊണ്ടുവന്നിട്ട് കുറച്ച് നീളത്തിൽ കേട്ടോ. കദമ്പത്തിൻ്റെ ഇല കുറച്ച് നീളത്തിലാണ് വരുന്നത്. ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് പെയിൻറ് ചെയ്യാം. നമുക്ക് ഗ്രീൻ കളർ പെയിൻറ് ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇത് ബാക്കിയുള്ള കൂടി അടിച്ചെടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഫ്ലവർ ഉണ്ടാക്കുമ്പോഴേക്കും ഉണക്കാൻ വെക്കാം കേട്ടോ. 4 ഇതളെടുത്തിട്ട് 5 ഇതൾ വേണം കേട്ടോ. 5 ഇതളെടുത്തിട്ട് നമുക്ക് കദമ്പത്തിൻ്റെ പൂ ഉണ്ടാക്കാം. ഇനി ഒരു ഇതളും കൂടി കട്ട് ചെയ്തെടുക്കാം. ഈ വേസ്റ്റ് വരുന്ന ഭാഗം അടുക്കിൽ കൊടുക്കാനായിട്ട് വേണം. ഇനി ഇതൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണേ. പഞ്ചതലൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് വെക്കാനായിട്ട് കുറച്ച് പശ തേച്ച് കൊടുക്കുക. ഈ വേസ്റ്റ് പീസ് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വെച്ചെടുത്തു. കുറച്ച് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുക. കുറച്ച് പശ ഇങ്ങനെ തേച്ച് കൊടുക്കാം. മഞ്ഞപ്പൊടിയിലൊന്ന് മുക്കി കൊടുക്കാം കേട്ടോ. പശയാക്കി കഴിഞ്ഞാൽ ഈ മഞ്ഞൾ പോവില്ല, അവിടെ ഒട്ടി നിന്നോളൂ. നടുക്ക് വെച്ചിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം. ഏതെല്ലാം ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളമാക്കിയിട്ട് ഇനി മുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കുക. മുട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടുണ്ട്. മടക്കി കഴിഞ്ഞിട്ട് ഇതിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചിങ്ങനെ കൊടുക്കുക. ഇനി ഇവിടെ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുക. ഇതിൽ ചെറുതായിട്ട് ഒരു പച്ച കളർ ചെറുതായിട്ടൊന്ന് പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ തണ്ടിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ മാറ്റി വെച്ചിട്ട് മുട്ട് മാത്രം
വയ്ക്കാം. കുറച്ച് പശ തേക്കാം. ഗ്രീൻ ടേപ്പ് ഇതിലൊന്ന് ചുറ്റി കൊടുക്കാം. ഓരോ മുട്ടകളായിട്ട് ഇതിൽ കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഇല കൊടുക്കുക. കുറച്ച് ചെറിയ ചെറിയ മുട്ടകളൊക്കെ മുകളിൽ കൊടുത്തിട്ട് പിന്നെ കുറച്ച് വലിയ മുട്ട് താഴേക്കായിട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ള പൂവൊക്കെ നമുക്കിതിലിങ്ങനെ വെച്ചെടുക്കാം. ഇനി നമുക്ക് ഇലയും കൂടി ഇതിൽ കൂടെ കൊടുക്കാം. ഈ എല്ലാ ഇലയും ഇത് കൂടെ കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഇല നീളം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. ഞാൻ നല്ല നീളത്തിൽ എടുത്തിട്ടില്ല. കുറേ ഇല കൊടുത്തിട്ട് കുറച്ചും കൂടി താഴ്ത്തി ഇങ്ങനെ കൊണ്ടുവന്നാൽ നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് ഈ എല്ലാ ഇലയും ഇത് കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഇലകളെല്ലാം ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കണം. അപ്പോൾ ഓല വെച്ചിട്ട് സോളാർ വുഡിൻ്റെ ഫ്ലവറും വെച്ചിട്ട് നമ്മളിതാ ഇവിടെ പൂ ഉണ്ടാക്കി കഴിഞ്ഞു. കുറേ ഇലയും കൂടി വെച്ച് രണ്ട് മൂന്ന് പൂവും കൂടിയും കുറച്ച് നീട്ടത്തിലാണ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. കദമ്പാണ് കേട്ടോ, കല്യാണമാലയിലൊക്കെ കൊടുക്കുന്ന കദമ്പാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഇലയൊക്കെ കൊടുത്താൽ നല്ല രസമുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വരാം. ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.